വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ചാപ്റ്റർ വേഗത്തിൽ തീർക്കാൻ പറ്റും. നമുക്കറിയാം വലിയൊരു ചാപ്റ്ററാണ്, നമ്മൾ കുറഞ്ഞ സമയം കൊണ്ടാണ് ഇത് തീർക്കുന്നത്. സോ മക്കളെ, സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്കറിയാം മെയിനായിട്ട് ആ ഇലക്ട്രോണ് പ്രോട്ടോണോ കണ്ടുപിടിക്കാൻ വേണ്ടി നടത്തിയ എക്സ്പെരിമെൻറ്റും കാര്യങ്ങളും അതിൻ്റെ ഡിസ്ചാർജ് ട്യൂബും കാര്യങ്ങളും എക്സ്പെരിമെൻറ്റും ഒക്കെ നിങ്ങൾക്കറിയാം. അതിൽ ആ എക്സ്പെരിമെൻറ്റിലൂടെ നമ്മുടെ ജെ തോംസൺ എന്ന് പറയുന്നയാൾ കാഥോഡ് റേസിൻ്റെ പ്രോപ്പർട്ടി കണ്ടുപിടിച്ചു. കാഥോഡ് റേസിൻ്റെ പ്രോപ്പർട്ടിയിൽ അദ്ദേഹം മെയിനായിട്ട് പറഞ്ഞത് അത് കാഥോഡിൽ നിന്ന് തുടങ്ങി ആനോഡിലേക്ക് പോകുന്നു, അത് ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻ ആണ്, അത് ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിലും ഡിഫ്ലക്റ്റ് ചെയ്യും അതിൻ്റെ പ്രസൻസിൽ. ദെൻ കാഥോഡ് റേസിൻ്റെ ചാർജ് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ അത് പോസിറ്റീവിലേക്കാണ് ഡിഫ്ലക്റ്റ് ചെയ്യുക, അതുകൊണ്ട് അതിൻ്റെ ചാർജ് നെഗറ്റീവാണ്. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു പോയിന്റ്, അതിൻ്റെ ഉള്ളിലുള്ള ഗ്യാസിനെ ഈ കാഥോഡ് റേസിൻ്റെ പ്രോപ്പർട്ടി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആൻഡ് ഓൾസോ ചാർജ് ടു മാസ് റേഷ്യോ എന്ന് പറയുന്നത് കാഥോഡ് റേസിന് കോൺസ്റ്റൻ്റ് ആണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ആനോഡ് റേസിനുള്ള കാര്യങ്ങൾ. അതിലെപ്പോഴും നേരെ ഓപ്പോസിറ്റാണ് രണ്ട് കാര്യങ്ങൾ മാത്രം, ബാക്കിയൊക്കെ സെയിം ആണ്. ആനോഡിൽ നിന്ന് കാഥോഡിലേക്കാണ് ആനോഡ് റേസ് പോവുക, അഥവാ ആനോഡ് റേസിൻ്റെ മറ്റൊരു പേര് കനാൽ റേസ് എന്നാണ്. അതും നേരെ തന്നെയാണ് പോവുക, അത് ഇലക്ട്രിക് ഫീൽഡിനും മാഗ്നറ്റിക് ഫീൽഡിനും ഡിഫ്ലക്റ്റ് ചെയ്യും. അത് നെഗറ്റീവ് പ്ലേറ്റിലേക്കാണ് ഡിഫ്ലക്റ്റ് ചെയ്യുക, അഥവാ ആനോഡ് റേസിൻ്റെ ചാർജ് പോസിറ്റീവാണ്. ദെൻ ഓൾസോ ഇത് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത ഗ്യാസിൻ്റെ നാച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ തന്നെ ചാർജ് ടു മാസ് റേഷ്യോ ഡിഫറൻ്റ് ആണ് എന്നതാണ് കനാൽ റേസിനെ കുറിച്ച് മക്കൾ പഠിക്കേണ്ടത്. അങ്ങനെ ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ കണ്ടുപിടിച്ച് അതിൻ്റെ മാസും ചാർജുകളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. അതിൽ ഇലക്ട്രോണിൻ്റെ മാസ് 9.1 × 10⁻31 ആണെന്നറിയാം. ഇലക്ട്രോണിൻ്റെ ചാർജ് 1.6 × 10⁻19 ആണെന്നറിയാം. അത് രണ്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണ്ടു. ദെൻ ആറ്റത്തിൻ്റെ മോഡൽ ഫസ്റ്റ് തന്നെ പറയുന്നത് ജെ തോംസൺ ആണ്. ഒരു ബത്തക്ക മോഡലാണ് ആറ്റത്തിൻ്റെ മോഡൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, ആറ്റത്തിനൊരു സ്ഫിയർ ആയിട്ട് പരിഗണിച്ചാൽ ആറ്റത്തിൻ്റെ ഉള്ളിൽ ഇലക്ട്രോൺസ് എല്ലാം അങ്ങനെ എംബഡഡ് ചെയ്ത് കിടക്കുന്നു. ആ സ്ഫിയറിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതൊരു പോസിറ്റീവ് ചാർജ് സ്ഫിയറാണ്. അപ്പോൾ ആറ്റം എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ചാർജുള്ള സ്ഫിയറാണ്. അപ്പോൾ മൊത്തത്തിൽ പോസിറ്റീവ് ചാർജുള്ള സ്ഫിയർ, അതിൻ്റെ ഉള്ളിൽ കുറേ ഇലക്ട്രോൺസിനെ ഇങ്ങനെ എംബഡ് ചെയ്ത് വെച്ചേക്കുന്നു, ഇലക്ട്രോണിനെ കുത്തി വെച്ചേക്കുന്നു, ഏതുപോലെ ബത്തക്കയിൽ കുരു കുത്തി വെച്ചതുപോലെ. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഏറ്റവും വലിയ പോയിന്റ്, നിങ്ങളുടെ ആ ആറ്റത്തിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് ചാർജിൻ്റെ എണ്ണവും പോസിറ്റീവ് ചാർജിൻ്റെ എണ്ണവും ഈക്വൽ ആയിരിക്കും, അതുകൊണ്ട് ആറ്റം ഒരു ന്യൂട്രൽ ആയിരിക്കും എന്നാണ് ജെ തോംസൺ പറഞ്ഞത്. ജെ തോംസൺ നീ പറഞ്ഞതെല്ലാം തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻറ്റും കൂടിയായിരുന്ന റുദർഫോർഡ് വരുന്നത്. റുദർഫോർഡ് പറഞ്ഞാണ്, ഞാൻ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ് നടത്തിയപ്പം ഞാൻ കുറേ ആൽഫ റേസ് ഇങ്ങനെ കടത്തി വിട്ടപ്പം ആൽഫ റേസിൽ കുറേ എണ്ണം നേരെ പോയി. അതാണ് ഞാൻ കണ്ട ആദ്യത്തെ ഒബ്സർവേഷൻ. കുറേ ആൽഫ റേസ് നേരെ പോയി, കുറച്ച് ആൽഫ റേസ് ഡിഫ്ലക്റ്റ് ചെയ്ത് പോയി, വളരെ കുറച്ച് ആൽഫ റേസ് നേരെ ബാക്കിലോട്ടും പോയി. ഇതാണ് റുദർഫോർഡിൻ്റെ എക്സ്പെരിമെൻറ്റിലൂടെ അദ്ദേഹം കണ്ടെത്തിയ ഒബ്സർവേഷൻ. ചോദിക്കും, വാട്ട് ആർ ദ ഒബ്സർവേഷൻ മെയ്ഡ് ബൈ റുദർഫോർഡ്? ദെൻ അദ്ദേഹം അതിൽ നിന്ന് കണ്ടെത്തിയ കൺക്ലൂഷൻ, കുറേ എണ്ണം നേരെ പോയി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ആറ്റങ്ങളൊക്കെ അധികവും എംറ്റി ആണ്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു സെൻറ്ററിൽ പോസിറ്റീവ് ചാർജ് ഉണ്ട്, അത് വളരെ ചെറുതാണ്. ആ സെൻറ്ററിൽ നിൽക്കുന്ന പോസിറ്റീവ് ചാർജ് നിൽക്കുന്ന സ്ഥലം ന്യൂക്ലിയസ്, ആ ന്യൂക്ലിയസിൻ്റെ സൈസ് വളരെ ചെറുതാണ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ കൺക്ലൂഷൻ. ദെൻ അദ്ദേഹം അതിൽ നിന്ന് എത്തിയ പോസ്റ്റുലേറ്റ്സ് എന്തൊക്കെയാണ്? അദ്ദേഹം എത്തിയ പോസ്റ്റുലേറ്റ്സ് വെരി സിമ്പിളാണ്. സെൻറ്ററിൽ ന്യൂക്ലിയസ് ഉണ്ട്, ആ ന്യൂക്ലിയസിൻ്റെ ചുറ്റും ഇലക്ട്രോൺ ഇങ്ങനെ ഓടുന്നു, അതാണ് രണ്ടാമത്തെ പോസ്റ്റുലേറ്റ്. മൂന്നാമത്തെ പോസ്റ്റുലേറ്റ്, ആ ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ഇതാണ് റുദർഫോർഡിൻ്റെ പോസ്റ്റുലേറ്റ്സ്. ദെൻ എന്തൊക്കെയാണ് ലിമിറ്റേഷൻ? ഒന്ന്, റുദർഫോർഡിന് ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല, റുദർഫോർഡിന് ഹൈഡ്രജൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല, റുദർഫോർഡിന് ആറ്റത്തിൻ്റെ ഇലക്ട്രോണിക് സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. ഇതാണ് റുദർഫോർഡിൻ്റെ ലിമിറ്റേഷൻ. അറ്റോമിക് നമ്പർ മാസ് നമ്പറൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഒരു എലമെൻറ്റ് ഇങ്ങനെ സിമ്പിളായിട്ട് കൊടുത്താൽ മാസ് നമ്പർ മുകളിൽ എഴുതുന്നത്, മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണും ന്യൂട്രോണും കൂടെ കൂടിയതാണ്. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണും ന്യൂട്രോണും കൂടെ കൂടിയതാണ് മാസ് നമ്പർ. താഴെ എഴുതുന്നത് അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ ചിലപ്പോൾ പ്രോട്ടോണിൻ്റെ നമ്പർ ആവാം, ന്യൂട്രൽ ആറ്റമാണെങ്കിൽ ഇലക്ട്രോണിൻ്റെ നമ്പറും ആവാം. യെസ് മക്കളെ. ദെൻ ഐസോടോപ്സ്, ഐസോബാർ, ഐസോട്ടോൺ അധികം നിങ്ങൾക്ക് ടെക്സ്റ്റിലില്ല. ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ സെയിം എലമെൻസിന് സെയിം അറ്റോമിക് നമ്പർ ആയിരിക്കുമല്ലോ. സെയിം എലമെൻസ് ആണെങ്കിൽ സെയിം അറ്റോമിക്, അപ്പോൾ സെയിം അറ്റോമിക് നമ്പറും ഡിഫറൻറ്റ് മാസ് നമ്പറും ഉണ്ടാവുക. ടോപ്പിൽ മാറുക, അതാണ് ഐസോടോപ്പ്. ടോപ്പിൽ മാറുക, അതാണ് ഐസോടോപ്പ്. എന്നാൽ ഐസോ ബാർ എന്ന് പറഞ്ഞാൽ ബാറിൽ മാറുക, ബാറിൽ കയറിയൊക്കെ താഴത്തായിരിക്കും. സോ താഴത്ത് മാറുക, അഥവാ എലമെൻസ് തന്നെ മാറുക. എലമെൻസ് മാറുക അഥവാ അതിൻ്റെ അറ്റോമിക് നമ്പർ മാറുക, പക്ഷേ മാസ് നമ്പർ സെയിം ആയിരിക്കും. എക്സാമ്പിൾ നോട്ട് ചെയ്തോണേ മക്കളെ. H11, H12, H13 ഐസോടോപ്പിന്. ഐസോ ബാർ എന്ന് പറഞ്ഞാൽ ആർഗൺ 18, പൊട്ടാസ്യം 19, കാൽസ്യം 20. അതിനൊക്കെ മാസ് നമ്പർ നോക്കിക്കേ 40 ആയിരിക്കും. മാസ് നമ്പർ എല്ലാത്തിനും 40 ആയിരിക്കും. മാസ് നമ്പർ സെയിമും അറ്റോമിക് നമ്പർ വ്യത്യാസം വന്നാൽ ഐസോ ബാർ എന്ന് വിളിക്കും.
ഐസോട്ടോൺ നിങ്ങൾക്ക് അങ്ങനെ പറയാനില്ല. ദെൻ വേവ് ലെങ്ത്, വേവ് നമ്പർ ഒക്കെയാണ് പറയാനുള്ളത്. ഒരു വേവിനെ കുറിച്ചുള്ള പോയിന്റുകളാണ് പറയുന്നത്. ഒരു വേവ് ഇങ്ങനെ പോകുമ്പം ആ വേവിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത്, ആ വേവിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് രണ്ട് ക്രസ്റ്റുകൾ തമ്മിലോ രണ്ട് ട്രഫ് പറഞ്ഞ താഴ്ച, ക്രസ്റ്റ് എന്ന ഉയരം ഉള്ള ദൂരമാണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. വേവ് ലെങ്ത്തിൻ്റെ ഇക്വേഷൻ മറക്കണ്ട മക്കളെ. വേവ് ലെങ്ത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ലാംഡ ഈക്വൽ ടു, വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ലാംഡ ഈക്വൽ ടു c/nu. അതിലേക്ക് വരാം, അത് വേറെ തന്നെ ഇക്വേഷൻ നമുക്ക് പഠിക്കാം. എനിവേ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ലാംഡയാണ്. വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ലാംഡയാണ്. യൂണിറ്റ് മറക്കണ്ട, മീറ്റർ ആണ്. ദെൻ വേവ് നമ്പർ എന്ന് പറഞ്ഞാൽ ന്യൂ ബാർ ആണ്. വേവ് നമ്പർ എന്ന് പറഞ്ഞതിൽ അർത്ഥം നമ്പർ ഓഫ് വേവ്സ് പെർ ലെങ്ത്, നമ്പർ ഓഫ് വേവ്സ് പെർ ലെങ്ത് അഥവാ പെർ ഡിസ്റ്റൻസിനെയാണ് വേവ് നമ്പർ എന്ന് വിളിക്കുക. അതിൻ്റെ ഇക്വേഷൻ ന്യൂ ബാർ കാണാനുള്ള ഇക്വേഷൻ ന്യൂ ബാർ ഈക്വൽ ടു 1/λ, മറക്കണ്ട. ന്യൂ ബാർ ഈക്വൽ ടു 1/λ. ന്യൂ ബാർ കാണാൻ 1/λയാണ്. അതിൻ്റെ യൂണിറ്റ് മീറ്റർ ഇൻവേഴ്സ് ആണ്. ഏതിൻ്റെത്? വേവ് നമ്പറിൻ്റെത്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വേവ്സ് പെർ സെക്കൻഡ്, നമ്പർ ഓഫ് വേവ്സ് പെർ സെക്കൻഡ് ആണ് ഫ്രീക്വൻസി. അതിൻ്റെ യൂണിറ്റ് ന്യൂ, അതിൻ്റെ യൂണിറ്റ് സെക്കൻഡ് ഇൻവേഴ്സ് സിമ്പൽ ന്യൂ, യൂണിറ്റ് സെക്കൻഡ് ഇൻവേഴ്സ്. ദെൻ വെലോസിറ്റി അഥവാ വേവ് വെലോസിറ്റി അതിൻ്റെ സിമ്പൽ നമ്മൾ സി ആണ് കൊടുക്കുന്നത്. വെലോസിറ്റി. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം. സ്പീഡ് ഓഫ് ലൈറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. മൈനസ് ഇല്ല കേട്ടോ. 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ് സ്പീഡ് ഓഫ് ലൈറ്റ്. ഈക്വേഷൻ നോട്ട് ചെയ്ത് വെച്ചോ. സി ഈക്വൽ ടു ന്യൂ ലാംഡ. ഈ ഇക്വേഷനിൽ നിന്നാണ് നിങ്ങൾക്ക് സി ഈക്വൽ ടു ന്യൂ ലാംഡ എന്ന് പറയുന്ന ഇക്വേഷനിൽ നിന്ന് നിങ്ങൾക്ക് ലാംഡ ഈക്വൽ ടു c/nu എന്ന് എഴുതാം. ന്യൂ ഈക്വൽ ടു c/λ എന്നൊക്കെ കൊണ്ടുവരാം. അങ്ങനെ ന്യൂൻ്റെയും ലാംഡേൻ്റെ ഇക്വേഷൻ ഒക്കെ കിട്ടും. സോ ഇതാണ് വേവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ദെൻ ഹൈഡ്രജൻ സ്പെക്ട്രം. ഒരു ഹൈഡ്രജൻ ഗ്യാസിലേക്ക് ഒരു ഇലക്ട്രിക് ഡിസ്ചാർജ്, ഒരു റേഡിയേഷൻ പോകുന്ന സമയത്ത് ഹൈഡ്രജൻ ആറ്റമായിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. ദെൻ ഹൈഡ്രജൻ ആറ്റത്തിലുള്ള ഇലക്ട്രോൺസ് ആ റേഡിയേഷനെ സ്വീകരിക്കും. അങ്ങനെ ഇലക്ട്രോൺസ് മുകളിലേക്ക് ചാടും, താഴത്തേക്ക് ചാടും. അങ്ങനെ താഴത്തേക്കൊക്കെ ചാടുന്ന സമയത്ത് കുറേ ലൈൻസ് വരും. ആ ലൈൻസ് എല്ലാം കൂടെ ചേർന്നതാണ് ഹൈഡ്രജൻ സ്പെക്ട്രം. അങ്ങനെ ഹൈഡ്രജൻ സ്പെക്ട്രത്തിലുള്ള 4 സീരീസുകളാണ് ലൈമാൻ സീരീസ്, ബാമർ സീരീസ്, പാഷൻ സീരീസ്, ബ്രാക്കറ്റ് സീരീസ്, ഫണ്ട് സീരീസ്. ലൈമാൻ, ബാമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട് അഥവാ LBP. ഇതിൽ ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എല്ലാത്തിനും N1 വാല്യൂം N2 വാല്യൂ ഉണ്ട്. അഥവാ N1 വാല്യൂ എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ് ഇവർ ചാടുന്നത്. ഒന്നാമത്തെ ലെവലിലേക്ക് ചാടിയാൽ ലൈമാൻ, രണ്ടാമത്തെ ലെവലിലേക്ക് ചാടിയാൽ ബാമർ, അങ്ങനെ താഴത്തേക്ക് പോകും. ഇനി എവിടുന്നാണ് ചാടുക? ഒന്നാമത്തെ ലെവലിലേക്ക് ചാടാൻ എവിടുന്ന് വേണമെങ്കിലും ചാടാം. അപ്പോൾ അതൊക്കെ N2. ഒന്നാമത്തെ ലെവലിലേക്ക് ചാടാൻ 2, 3, 4 എന്നൊക്കെ ചാടാം. അപ്പോൾ അതൊക്കെ N2 എന്ന് പറഞ്ഞാൽ എവിടുന്നാണ് ചാടിയത്, N1 എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ് ചാടിയത്. ഈ ടേബിൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ. ദെൻ ഈ ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ നിന്ന് കിട്ടുന്ന വെരി ഇമ്പോർട്ടൻ്റ് ആയ ഇക്വേഷനാണ് ന്യൂ ബാർ, വേവ് നമ്പറിൻ്റെ ഇക്വേഷൻ. ന്യൂ ബാർ പറഞ്ഞാൽ 1/λ ആണെന്ന് നമുക്കറിയാം. വിച്ച് ഈസ് ഈക്വൽ ടു 109,677 1/n1² മൈനസ് 1/n2² എന്ന് പറയുന്ന ഇക്വേഷൻ. യെസ്, ആ 109,677 എന്ന് പറയുന്നത് റിഡ്ബർഗ് കോൺസ്റ്റൻ്റ് ആണ്. ദെൻ ബോർസ് മോഡൽ ഫോർ ഹൈഡ്രജൻ ആറ്റം. ബോർ മോഡൽ എന്താണ് ഹൈഡ്രജൻ ആറ്റത്തെക്കുറിച്ച് പറയാനുള്ളത്? ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് നേരത്തെ റുദർഫോർഡ് പറഞ്ഞ പോലെ തന്നെ ന്യൂക്ലിയസിൻ്റെ ചുറ്റും ഇലക്ട്രോൺ ഒരു ഫിക്സഡ് സർക്കുലാർ പാത്തിലൂടെ കറങ്ങുന്നു. 2, അങ്ങനെ കറങ്ങുന്ന ഇലക്ട്രോൺസിൻ്റെ എനർജി ചേഞ്ച് ചെയ്യുന്നില്ല. 3, അങ്ങനെ കറങ്ങുന്ന ഇലക്ട്രോണിൻ്റെ ആംഗുലാർ മൊമെൻറ്റം MVR ഈക്വൽ ടു NH/2π. 4, അങ്ങനത്തെ ഇലക്ട്രോണ് മുകളിലേക്ക് ചാടുകയോ താഴത്തേക്ക് ചാടുകയോ ചെയ്യുന്ന അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ΔE/h. ആൻഡ് ഓൾസോ ഒരു ഓർബിറ്റിലൂടെ കറങ്ങുന്ന ഇലക്ട്രോണിൻ്റെ എനർജി അല്ലെങ്കിൽ ഓർബിറ്റിൻ്റെ എനർജി ഈക്വൽ ടു -RH/n² × Z². Z എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ആണെങ്കിൽ 1² ആണ് വരിക. ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് ആണെങ്കിൽ അറ്റോമിക് നമ്പർ ഉണ്ടാവും. റേഡിയസ് ഓഫ് ഈച്ച് ഓർബിറ്റ് ഈക്വൽ ടു A0 × n²/z. A0 × n²/z. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് RH-ൻ്റെ വാല്യൂ ഇവിടെ 2.18 × 10⁻18 ജൂളാണ്. റേഡിയസിൽ A0ൻ്റെ വാല്യൂ ഇവിടെ 52.9 പൈക്കോമീറ്റർ ആണ്. 52.9 പൈക്കോമീറ്റർ ആണ്. ദെൻ മക്കളെ എന്തൊക്കെയാണ് ബോർ മോഡലിൻ്റെ ലിമിറ്റേഷൻസ്? ബോർ മോഡലിൻ്റെ ഒന്നാമത്തെ ലിമിറ്റേഷൻ, ഇത് ഹൈഡ്രജനെ കുറിച്ച് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ്, ഹൈഡ്രജനെ പോലെ ഒരു ഇലക്ട്രോണുള്ള സ്പീഷീസിനെ കുറിച്ച് മാത്രമേ ഇത് പറയാൻ പറ്റുള്ളൂ. രണ്ടാമത്തത്, ഇറ്റ് കുഡൻറ്റ് എക്സ്പ്ലെയിൻ ഡുവൽ നേച്ചർ ഓഫ് മാറ്ററിന് 2 സ്വഭാവമുള്ളത് ഇതിന് പറയാൻ പറ്റിയില്ല. മൂന്നാമത്തത്, സീമാൻ എഫക്റ്റും സ്റ്റാർക്ക് എഫക്റ്റും ഇവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. സീമാൻ എഫക്റ്റ് എന്ന മാഗ്നറ്റിക് ഫീൽഡിൽ ഇവർ സ്പ്ലിറ്റ് ആയി പോകും. സ്റ്റാർക്ക് എഫക്റ്റ് എന്ന
ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ ഈ ഹൈഡൻ സ്പെക്ട്രത്തെ സീരീസ് സ്പ്ലിറ്റായി പോകും. അത് ഇദ്ദേഹത്തിന് വിശദീകരിക്കാൻ പറ്റിയില്ല. അതിനുശേഷമാണ് നമ്മുടെ മെയിനായ ഡി ബ്രോളി വരുന്നത്. ഡി ബ്രോളി ഇക്വേഷൻ പ്രകാരം അദ്ദേഹം പറയുന്നത് മൂവ് ചെയ്യുന്ന ഏതൊരു പാർട്ടിക്കിളിനും രണ്ട് നേച്ചറുണ്ട്, ഡുവൽ നേച്ചറുണ്ട്. അപ്പോൾ ഡി ബ്രോളി പറഞ്ഞത് ഏതൊരു പാർട്ടിക്കിളിൻ്റെയും ഡുവൽ നേച്ചറിനെ കുറിച്ചാണ്. അദ്ദേഹം കൊണ്ടുവന്ന ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയ ഇക്വേഷനാണ് ലാംഡ ഈക്വൽ ടു h/mv അഥവാ h/p എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന സംഗതി, മാസ്സുള്ള ഏതൊരാൾക്കും വേവ് ലെങ്ത് ഉണ്ട്. മാസ് വളരെ കുറവാണെങ്കിൽ ലാംഡ വളരെ കൂടുതലായിരിക്കും, മാസ് വളരെ കൂടുതലാണെങ്കിൽ ലാംഡ വളരെ കുറവായിരിക്കും. അപ്പം മാസ് വളരെ കുറഞ്ഞ ഇലക്ട്രോൺസിനൊക്കെ വേവ് ലെങ്ത് ഉണ്ട്, അതുകൊണ്ട് ഇലക്ട്രോൺസൊക്കെ വേവ് പോലെയാണ് മൂവ് ചെയ്യുന്നത് എന്നതാണ് ഡി ബ്രോളി പറഞ്ഞത്. ദെൻ ഹെയ്സൻബർഗ് പറയുന്നത് ഒരു ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളിൻ്റെ മൂവ്മെൻറ്റ് പറയുമ്പോൾ അതിൻ്റെ പൊസിഷനും വെലോസിറ്റിയും അത് എവിടെ എത്തിയെന്നോ അതിൻ്റെ സ്പീഡോ ഒരേ സമയം പറയാൻ പറ്റൂല എന്നതാണ് ഹെയ്സൻബർഗ് പ്രിൻസിപ്പിൾ. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമൈൻ ദാറ്റ് എക്സാക്ട് പൊസിഷൻ ആൻഡ് എക്സാക്ട് വെലോസിറ്റി ഓഫ് എ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ simultaneously. അതിൻ്റെ ഇക്വേഷൻ വരുന്നത് ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4πm അല്ലെങ്കിൽ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π എന്നും വരും. എന്താണ് ഹെയ്സൻബർഗ് പ്രിൻസിപ്പിളിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇദ്ദേഹം ഇലക്ട്രോൺസിന് കറങ്ങാൻ ഒരു ഓർബിറ്റ് ഉണ്ട് എന്ന കാരണം ഇല്ല, അങ്ങനെ ഓർബിറ്റ് ഇല്ല എന്ന് പറഞ്ഞ ആളാണ് ഇദ്ദേഹം. രണ്ട്, ഇത് ഓൺലി അപ്ലിക്കബിൾ ഫോർ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ്. ദെൻ എന്തൊക്കെയാണ് ബോർ മോഡൽ പരാജയപ്പെടാനുള്ള കാരണം? ഒന്നാമത്തെ കാരണം അദ്ദേഹത്തിൻ്റെ തിയറിയും ഹെയ്സൻബർഗിൻ്റെ തിയറിയും തമ്മിൽ കോൺട്രാഡിക്റ്റ് ചെയ്തു, പരസ്പരം ചേരുന്നില്ല. രണ്ട്, ബോറിന് ഇലക്ട്രോണിന് വേവ് നേച്ചർ ഉണ്ട് എന്നുള്ളത് അറിയില്ലായിരുന്നു. അതാണ് ബോർ മോഡൽ പരാജയപ്പെടാനുള്ള കാരണം. അങ്ങനെ ബോർ മോഡൽ പരാജയപ്പെട്ടപ്പോഴാണ് നമ്മുടെ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം വരുന്നത്. ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റത്തിൽ നമുക്ക് ആദ്യം പഠിച്ചെടുക്കാനുള്ളത് ഷ്രോഡിംഗർ ഇക്വേഷൻ. ഷ്രോഡിംഗർ ഇക്വേഷൻ ജസ്റ്റ് ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി, ന്യൂമറിക്കൽ ഒന്നും വരില്ല. h(psi) ഈക്വൽ ടു E(psi). ഇവിടെ psi എന്ന് പറയുന്നത് വേവ് ഫംഗ്ഷനാണ്. സൈനേക്കാൾ ഇമ്പോർട്ടൻറ്റ്, സൈന് പ്രത്യേകിച്ച് അങ്ങനെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഇല്ല, സൈ സ്ക്വയറിനാണ്. സൈ സ്ക്വയർ കിട്ടിക്കഴിഞ്ഞാൽ ഇലക്ട്രോണിനെ കാണാൻ കൂടുതൽ സാധ്യതയുള്ള സ്ഥലം കിട്ടും. ആ കൂടുതൽ സാധ്യതയുള്ള സ്ഥലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർബിറ്റൽ. സൈ സ്ക്വയർ അപ്പോൾ തരുന്നത് ആരെക്കുറിച്ചാണ്? ഓർബിറ്റലിനെ കുറിച്ചാണ്. ഓക്കെ, റെഡി. ദെൻ ക്വാണ്ടം നമ്പേഴ്സിലേക്ക് പോവുകയാണ്. ഇലക്ട്രോണിനെ കണ്ടുപിടിക്കാനുള്ള അഡ്രസ്സാണ് ക്വാണ്ടം നമ്പേഴ്സ്. അതിൽ ഒന്നാമത്തെ ക്വാണ്ടം നമ്പറാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൻ്റെ പ്രത്യേകത, അത് ഇലക്ട്രോണിൻ്റെ ഓർബിറ്റിൻ്റെ സൈസ് പറഞ്ഞു തരും, ആ ഓർബിറ്റിൻ്റെ എനർജി പറഞ്ഞുതരും, ആ ഷെല്ലിനെ കുറിച്ച് പറഞ്ഞുതരും. അപ്പം പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൻ്റെ പ്രത്യേകത, അത് ഷെല്ലിനെ കുറിച്ച് പറഞ്ഞുതരും, ആ ഷെല്ലിൻ്റെ സൈസ് പറഞ്ഞുതരും, ആ ഷെല്ലിൻ്റെ എനർജിയും പറഞ്ഞുതരും. ദെൻ അസിമുത്തൽ ക്വാണ്ടം നമ്പർ. അസിമുത്തൽ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മക്കളെ? അസിമുത്തൽ ക്വാണ്ടം നമ്പർ ഒരു സബ്ഷെല്ലിനെ കുറിച്ച് പറഞ്ഞുതരും, ആ സബ്ഷെല്ലിൻ്റെ ഷേപ്പും പറഞ്ഞുതരും, ആ സബ്ഷെല്ലിലുള്ള ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റവും പറഞ്ഞു തരും. ഷെല്ലിനെ കുറിച്ച് പറഞ്ഞത് പ്രിൻസിപ്പൽ, സബ്ഷെല്ലിനെ കുറിച്ച് പറഞ്ഞുതരും, അതിൻ്റെ ഷേപ്പ് പറഞ്ഞുതരും, ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റവും പറഞ്ഞുതരും. അഥവാ അസിമുത്തൽ ക്വാണ്ടം നമ്പറിൻ്റെ മറ്റൊരു പേരാണ് സബ്സിഡിയറി ക്വാണ്ടം നമ്പർ ഓർ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ. ദെൻ മാഗ്നറ്റിക് മൊമെൻറ്റം ക്വാണ്ടം നമ്പർ. മാഗ്നറ്റിക് മൊമെൻറ്റം ക്വാണ്ടം നമ്പർ മെയിനായിട്ട് തരുന്നത് നമ്മൾക്ക് ഓർബിറ്റലിനെ കുറിച്ചും ആ ഓർബിറ്റലിൻ്റെ ഓറിയൻറ്റേഷനെ കുറിച്ചുമാണ്. ആരെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞിരുന്നത്? മാഗ്നറ്റിക് മൊമെൻറ്റം ക്വാണ്ടം നമ്പർ നമുക്ക് ഓർബിറ്റലിനെ കുറിച്ചും പറഞ്ഞു തരും, ആ ഓർബിറ്റലിൻ്റെ ഓറിയൻറ്റേഷൻ അഥവാ ഡയറക്ഷനും പറഞ്ഞു തരും. അഥവാ മാഗ്നറ്റിക് മൊമെൻറ്റം ക്വാണ്ടം നമ്പറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരുന്നോ നിങ്ങളുടെ എൽ വാല്യൂ, അതിൻ്റെ മൈനസ് വാല്യൂ മുതൽ പ്ലസ് വാല്യൂ വരെ ആയിരിക്കും നിങ്ങളുടെ മാഗ്നറ്റിക് മൊമെൻറ്റം ക്വാണ്ടം നമ്പറിൻ്റെ പ്രത്യേകത. ദെൻ സ്പിൻ ക്വാണ്ടം നമ്പർ. സ്പിൻ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇലക്ട്രോൺ ഒന്നെങ്കിൽ ക്ലോക്ക് വൈസിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസിലായിരിക്കും സ്പിൻ ചെയ്യുന്നത്. റൊട്ടേറ്റ് അല്ല, സ്പിൻ ചെയ്യുന്നത്. ആ സ്പിൻ ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലാണ്, സ്പിൻ എങ്ങനെയാണെന്ന് പറഞ്ഞിരുന്ന നമ്പറാണ് സ്പിൻ ക്വാണ്ടം നമ്പർ. അങ്ങനെ സ്പിൻ പറയുന്നത് നമ്പറാണ് സ്പിൻ ക്വാണ്ടം നമ്പർ. ഒന്നുകിൽ അതിൻ്റെ സ്പിന്ന് പ്ലസ് ഹാഫ് ആയിരിക്കും, അല്ലെങ്കിൽ മൈനസ് ഹാഫ് ആയിരിക്കും. അഥവാ ഒന്നെങ്കിൽ ക്ലോക്ക് വൈസ് ആയിരിക്കും, അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. ദെൻ ഇതെല്ലാം കൂടെ പറഞ്ഞൊരു പോയിൻ്റാണ്, ഈ ക്വാണ്ടം നമ്പേഴ്സിനെ കുറിച്ച് എല്ലാം കൂടെ പറഞ്ഞൊരു ടേബിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അഥവാ നിങ്ങളുടെ എൻ വാല്യൂ മാറുന്നു, എൻ വാല്യൂ 1 ആണെങ്കിൽ എൽ വാല്യൂ 0 ആയിരിക്കും. എൻ വാല്യൂയും എൽ വാല്യൂയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്, എൽ വാല്യൂ പറയണമെങ്കിൽ എൻ വാല്യൂ എത്രയാണോ, എൽ വാല്യൂ പറയുന്നത് 0 മുതൽ തുടങ്ങിയിട്ട് എൻ വാല്യൂ എത്രയാണോ അതിൽ നിന്ന് 1 കുറച്ച് വരെ ആയിരിക്കും ഉണ്ടാവുക. അപ്പം എൻ വാല്യൂ 1 ആണെങ്കിൽ എൽ വാല്യൂ 0, എൻ വാല്യൂ 2 ആണെങ്കിൽ എൽ വാല്യൂ 2 വരും, 0യും 1ഉം. എൻ വാല്യൂ 3 ആണെങ്കിൽ എൽ വാല്യൂ 0 വരും, 1 വരും, 2 വരും. അങ്ങനെ പോകും. ദെൻ എൽ വാല്യൂ എത്രയാണോ അതിൻ്റെ മൈനസ് മുതൽ പ്ലസ് വരെ എം വാല്യൂ. അപ്പോൾ എൽ വാല്യൂ 1 ആണെങ്കിൽ എം വാല്യൂ -1, 0 + 1 അങ്ങനെ പോകും. എൽ വാല്യൂ 2 ആണെങ്കിൽ -2, -1, 0, 1, 2 അങ്ങനെയും പോകും. സോ ഈ പോയിന്റുകളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ആൻഡ് ഓൾസോ
എൽ വാല്യൂ 0 ആണെങ്കിൽ അതിനെ എസ് എന്ന് വിളിക്കും, എൽ വാല്യൂ 1 ആണെങ്കിൽ അതിനെ പി എന്ന് വിളിക്കും, എൽ വാല്യൂ 2 ആണെങ്കിൽ അതിനെ ഡി എന്ന് വിളിക്കും, എൽ വാല്യൂ 3 ആണെങ്കിൽ, അപ്പോൾ എൽ വാല്യൂവിനനുസരിച്ച് എൽ വാല്യൂ 0 വരാം, 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 3 വരെ വരാം. 3 ആണ് നമുക്കുള്ളത്. എൽ വാല്യൂ, അപ്പോൾ എൽ വാല്യൂ 0 ആണെങ്കിൽ അത് എസ് ആണ്, എൽ വാല്യൂ 1 ആണെങ്കിൽ അത് പി ആണ്, എൽ വാല്യൂ 2 ആണെങ്കിൽ അത് ഡി ആണ്, എൽ വാല്യൂ 3 ആണെങ്കിൽ അത് എഫുമാണ്. ഇനി സ്പിൻ വാല്യൂ 2 എണ്ണമാണ് വരിക, പ്ലസ് ഹാഫോ അല്ലെങ്കിൽ മൈനസ് ഹാഫോ. സെറ്റ് അല്ലേ മക്കളെ? ദെൻ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട റൂളുകൾ, ഒന്ന് ഓഫ് ബോ പ്രിൻസിപ്പിൾ, ഒന്ന് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ഒന്ന് ഹൺസ് റൂൾ. എന്താണ് ഇവർ പറയുന്നത്? ഓഫ് ബോ പ്രിൻസിപ്പിൾ പ്രകാരം ഓർബിറ്റലിൻ്റെ എനർജി ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിലാണ് നിങ്ങൾ ഇലക്ട്രോണിനെ ഫില്ല് ചെയ്യേണ്ടത്. ആദ്യം 1s, പിന്നെ 2s, പിന്നെ 2p, അങ്ങനെ എനർജി ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിലാണ് ഇലക്ട്രോണിനെ ഫില്ല് ചെയ്യേണ്ടത്. പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പ്രത്യേകം പറയുന്നത് നോ 2 ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം ക്യാൻ ഹാവ് സെയിം സെറ്റ് ഓഫ് 4 ക്വാണ്ടം നമ്പേഴ്സ്. അഥവാ ഓരോ ഓർബിറ്റലിൽ മാക്സിമം 2 ഇലക്ട്രോൺ, ആ 2 ഇലക്ട്രോൺ ഒന്ന് മുകളിലേക്കും ഒന്ന് താഴേക്കും, അഥവാ അതിൻ്റെ സ്പിന്ന് വ്യത്യാസമുണ്ട്, അഥവാ 2 ഇലക്ട്രോൺസിന് സെയിം അഡ്രസ്സ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ റൂളാണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. 2 ഇലക്ട്രോണിന് സെയിം അഡ്രസ്സ് ഉണ്ടാവില്ല. ദെൻ ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. എന്താണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹം പറയുന്നത് ഇലക്ട്രോണിനെ നിങ്ങൾ ഒരേ എനർജിയുള്ള ഓർബിറ്റലിൽ ഫില്ല് ചെയ്യുമ്പോൾ എല്ലാ ഓർബിറ്റലിനും ഓരോന്ന് കൊടുത്തതിന് ശേഷം, ഫോർ എക്സാമ്പിൾ ഡി ഓർബിറ്റലിൽ 8 എണ്ണം ഫില്ല് ചെയ്യുമ്പോൾ എല്ലാ ഓർബിറ്റലിനും ഓരോ ഇലക്ട്രോൺ ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ പെയർ ചെയ്യാവൂ, ഈ പെയറിങ് നടക്കാവൂ എന്ന് പറഞ്ഞ റൂളാണ് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. ദെൻ അതിൽ നമുക്ക് n+l റൂളൊക്കെ ഉണ്ട് എനർജി കണ്ടുപിടിക്കാൻ വേണ്ടി. ഇപ്പോൾ 4s-ഉം 3d ആണ് നമ്മൾ പറയുന്നെങ്കിൽ 4s-ൽ n-ൻ്റെ വാല്യൂ 4-ഉം s-ൻ്റെ വാല്യൂ 0, അപ്പം n+l കൂട്ടിയാൽ 4 കിട്ടും. 3d-ൽ n-ൻ്റെ വാല്യൂ 3-ഉം d-ൻ്റെ വാല്യൂ 2-ഉം, അപ്പോൾ രണ്ടും കൂടെ കൂട്ടിയാൽ 5 കിട്ടും. അപ്പോൾ n+l വാല്യൂ കൂടുതൽ ഇയാൾക്കാണ്, അപ്പോൾ ഇയാൾക്ക് എനർജി കൂടുതൽ, അപ്പോൾ 4s-ന് എനർജി കുറവ്. അങ്ങനെ എനർജി കൂടുതലാണ് ആർക്കാണ്, കുറവാർക്കാന്നൊക്കെ പറയാൻ പറ്റും. ദെൻ ഷേപ്സ് ഓഫ് ഓർബിറ്റൽസ്. എസ് ഓർബിറ്റലിൻ്റെ ഷേപ്പ് മക്കളെ സ്ഫെറിക്കലാണ്. അത് 2s ആകുമ്പോൾ 2 സ്ഫിയർ വരും, 3s ആകുമ്പോൾ 3 സ്ഫിയർ വരും, അങ്ങനെ വരും. ഓക്കെ, 3s ആകുമ്പോൾ കണ്ടോ 1, 2, 3 സ്ഫിയർ വരും. സോ മക്കളെ ഇതാണ് എസ് ഓർബിറ്റലിൻ്റെ ഷേപ്പ്. എസ് ഓർബിറ്റലിൻ്റെ ഷേപ്പ് സ്ഫെറിക്കലാണെന്ന് ഓർത്ത് വെക്കുക. പി ഓർബിറ്റൽ 3 എണ്ണം ഉണ്ട്. പി ഓർബിറ്റൽ 3 എണ്ണം ഉണ്ട്. അത് ഒന്ന് പി എക്സ് ആണ്, എക്സ് ആക്സിസിലൂടെ പോയാൽ പി എക്സ്, വൈ ആക്സിസിലൂടെ പോയാൽ പി വൈ, സെഡ് ആക്സിസിലൂടെ പോയാൽ പി സെഡ്. അപ്പോൾ 3 ഓർബിറ്റലാണ് പിക്കുള്ളത്, പി എക്സ്, പി വൈ, പി സെഡ്. ഡിക്ക് 5 ഓർബിറ്റലാണുള്ളത്. അതിൽ പി ഓർബിറ്റലിൻ്റെ ഷേപ്പ് ഡംബലാണ് മക്കളെ. പി ഓർബിറ്റലിൻ്റെ ഷേപ്പ് ഡംബൽ ഷേപ്പാണ് മക്കളെ, ഡംബൽ ഷേപ്പാണ്. ഡി ഓർബിറ്റലിൻ്റെ ഷേപ്പ് ഡബിൾ ഡംബലാണ്, അഥവാ ഡബിൾ 2 എണ്ണം വരും. സോ ഡി ഓർബിറ്റലിൻ്റെ ഷേപ്പ് ഡബിൾ ഡംബലാണ്. ഡി ഓർബിറ്റലിൽ 5 എണ്ണം ഉണ്ട്. ഡി എക്സ് വൈ ഉണ്ട്, ഡി വൈ സെഡ് ഉണ്ട്, ഡി എക്സ് സെഡ് ഉണ്ട്, ദെൻ ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയറും ഉണ്ട്, ദെൻ ഡി സെഡ് സ്ക്വയറും ഉണ്ട്. മക്കളെ ഡി എക്സ് വൈ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെയും വൈൻ്റെയും ബിറ്റ്വീനാണ് വരുന്നതെങ്കിൽ അത് ഡി എക്സ് വൈ, വൈൻ്റെയും സെറ്റിൻ്റെയും ബിറ്റ്വീനാണ് വരുന്നെങ്കിൽ ഡി വൈ സെറ്റ്, എക്സിൻ്റെയും സെറ്റിൻ്റെയും ബിറ്റ്വീനാണ് വരുന്നെങ്കിൽ ഡി എക്സ് സെറ്റ്. ഇത് വരയ്ക്കേണ്ടത് സിമ്പിൾ ഐഡിയ ആണ്. എല്ലാം ഒരേപോലെ ചിത്രം വരയ്ക്കുക, എന്നിട്ട് ആക്സിസ് ഇങ്ങനെ മാറ്റുക. നിങ്ങൾക്ക് എക്സ് വൈ ആണ് വരയ്ക്കണമെങ്കിൽ എക്സ് വൈ, വൈ സെറ്റ് ആണ് വരയ്ക്കണമെങ്കിൽ വൈ സെറ്റ്, എക്സ് സെറ്റ് ആണ് വരയ്ക്കണമെങ്കിൽ എക്സ് സെറ്റ്. ഇനി എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ആണ് വരയ്ക്കണമെങ്കിൽ എക്സിലൂടെയും വരയ്ക്കുക, വൈയിലൂടെയും വരയ്ക്കുക, സെഡ് സ്ക്വയർ ആണ് വരയ്ക്കണമെങ്കിൽ സെഡിലൂടെ വരയ്ക്കുക, എന്നിട്ട് സെൻറ്ററിലൊരു റൗണ്ട് കൊടുക്കുക. അതാണ് ഡി സെഡ് സ്ക്വയറിൻ്റെ ഷേപ്പ്. ദെൻ മക്കളെ 1s-ൻ്റെയും 2s-ൻ്റെയും ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ 1s-ൻ്റെ ഗ്രാഫ് ഇങ്ങനെ പോകും, 2s-ൻ്റെ ഗ്രാഫ് ഇങ്ങനെ തട്ടി പിന്നെ ഇങ്ങനെ പോകും. ഇതാണ് 1s-ൻ്റെയും 2s-ൻ്റെയും ഗ്രാഫ്. ദെൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇലക്ട്രോൺ ഫില്ല് ചെയ്യുമ്പോഴുള്ള റൂളാണ് പറയാനുള്ളത്, അതാണ് ലാസ്റ്റ് പറയാനുള്ളത്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ ക്രോമിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ആർഗൺ 3d5 4s1 എന്ന് എഴുതും, കോപ്പറിൻ്റെ എഴുതുമ്പോൾ 3d10 4s1 എന്ന് എഴുതും. അതിൻ്റെ കാരണം D5 എക്സ്ട്രാ സ്റ്റേബിളാണ്, ഹാഫ് ഫിൽ ആയതുകൊണ്ട്. D10 എക്സ്ട്രാ സ്റ്റേബിളാണ്, കംപ്ലീറ്റ് ഫിൽ ആയതുകൊണ്ട്. This is our chapter, Structure of Atom.